ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ച അത് 2-3 ഐഡൻറ്റിറ്റീസ് നമ്മൾ പഠിച്ചിരുന്നു. 3 ഐഡൻറ്റിറ്റീസ് 3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചു. 4ാമത്തെ ഐഡൻറ്റിറ്റി നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം പഠിച്ചത് A × B + C, AB + AC, A + B × C + D, AC + AD + BC + BD. 3ാമത് പഠിച്ചത് A + B the whole square, A² + 2AB + B². ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡ്രോ എ സ്ക്വയർ വിത്ത് സൈഡ് 7 സെൻറ്റിമീറ്റർ. ഇപ്പോൾ 7 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു വലിയ സ്ക്വയർ വരച്ചു. റെഡ്യൂസ് ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ബൈ 2 സെൻറ്റിമീറ്റർ. ഈ ടോട്ടൽ ഇതിൻ്റെ ലെങ്ത് 7 സെൻറ്റിമീറ്റർ ആണ്. അവിടെ നിന്ന് 2 സെൻറ്റിമീറ്റർ മാറ്റി ഇവിടെ പോയിൻ്റ് മാർക്ക് ചെയ്യും. ഇത് 7 ആണ്, അത് മാറി 2 മാർക്ക് പോയിൻ്റ് മാർക്ക് ചെയ്ത് നമ്മൾ 2 സെൻറ്റിമീറ്റർ കുറവുള്ളത്. അപ്പോൾ ഇതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 7 - 2 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ഇപ്പം കിട്ടിയ ഈ പുതിയ സ്ക്വയർ, ഈ സ്ക്വയറിൻ്റെ ഇതല്ലേ പുതിയ സ്ക്വയർ, അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക എന്നാണ് നമുക്കുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്താണ്? സൈഡ് A ആണെങ്കിൽ A². അപ്പോൾ ഇവിടെ സൈഡ് 7 - 2 ആയതുകൊണ്ട് 7 - 2 the whole square. 7 - 2 the whole square. ഇനിയും ഈ ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ വലിയ നമ്മൾ ആദ്യം കണ്ട വലിയ സ്ക്വയർ ഉണ്ടല്ലോ, സൈഡ് 7 ആയിട്ടുള്ള വലിയ സ്ക്വയർ, അതിൽ നിന്ന് ഇത്രയും പാർട്ട് പോകുന്നതാണ്. ഇത്രയും പാർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ 2 റെക്റ്റാങ്കിൾസിൻ്റെ ഏരിയ കുറച്ചാൽ മതി. അപ്പോൾ ഈ 3 പാർട്ടും കൂടി ചേരുന്നതാണ് ഈ വലിയ സ്ക്വയറിൻ്റെ ഏരിയ. അപ്പോൾ ആ വലിയ സ്ക്വയറിൻ്റെ ഏരിയയിൽ നിന്നും ഈ 2 പാർട്ടിൻ്റെ ഏരിയ കുറയ്ക്കുമ്പോൾ ഈ ഷെയ്ഡ് ഇത് കാണിച്ച പാർട്ടിൻ്റെ ഏരിയ നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ ന്യൂ സ്ക്വയറിൻ്റെ ഏരിയ. അപ്പോൾ ലാർജ് സ്ക്വയർ, ആദ്യത്തെ സ്ക്വയറിൻ്റെ സൈഡ് 7 ആകുമ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 7². ഇനി നമ്മൾ പറഞ്ഞു ന്യൂ സ്ക്വയറിൻ്റെ ഏരിയ, ന്യൂ സ്ക്വയറിൻ്റെ സൈഡ് 7 - 2 ആയപ്പോൾ 7 - 2 the whole square ആണ് ഇതിൻ്റെ ഏരിയ. അത് നമുക്ക് അല്ലാതെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അതായത് ഈ വലിയ സ്ക്വയറിൻ്റെ ഏരിയ 7², അതിൽ നിന്ന് ഈ 2 റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കുറയ്ക്കണം. ഇത് രണ്ടിൻ്റെയും കൂടെ ഏരിയ ആഡ് ചെയ്തിട്ട് ഈ വലുതിൽ നിന്ന് കുറച്ചാൽ മതിയല്ലോ. അപ്പം ഈ പാർട്ടിൻ്റെ ഏരിയ നോക്കിക്കേ, ഇതൊരു റെക്റ്റാങ്കിളാണ്. ആ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? ലെങ്ത് 7ഉം ബ്രെഡ്ത്ത് 2ഉമായിട്ടുള്ള ഒരു റെക്റ്റാങ്കിളാണ്. ലെങ്ത് 7, ബ്രെഡ്ത്ത് 2 ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിളാണ്. അതിൻ്റെ ഏരിയയും ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് ഇത്രയും പാർട്ട് 2 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ടോട്ടൽ 7, അതിൽ നിന്ന് 2 പോകുമ്പോൾ 7 - 2 ആണ് ഇവിടെ ഇത്രയും പാർട്ട്. ഇതിൻ്റെ ബ്രെഡ്ത്ത് നമുക്കറിയാം, ഇത് 2 നമ്മൾ ഇങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്തതാണ്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിനെ സംബന്ധിച്ച് അതിൻ്റെ ലെങ്ത് 7 - 2ഉം ബ്രെഡ്ത്ത് 2. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ത് വരും? 2 × 7 - 2 ആണല്ലോ. ഇതിൻ്റെ ഏരിയയോ 2 × 7. അപ്പോൾ ടോട്ടൽ ഏരിയയായ 7² നിന്നും ഈ 2 പാർട്ട് നമ്മൾ കുറയ്ക്കണം. ഈ 2 പാർട്ടിനോട് സം കണ്ടുപിടിച്ചിട്ട് കുറയ്ക്കും. അപ്പോൾ 7² - 7 × 2. ഇത് നമ്മൾ A × B + C നമ്മൾ ചെയ്തില്ലേ, ആ ഫോമിലല്ലേ. അപ്പോൾ ഇത് അകത്തോട്ട് ഗുണിക്കാം. 2 × 7 മൈനസ്, നടുക്ക് മൈനസ് ആണ്, മൈനസ് വരും, -2 × 2 2². ഇനിയും ഇതിനെല്ലാം കൂടെ കോമൺ ആയിട്ടായി മൈനസ്. നമുക്ക് ആ മൈനസ് അകത്തോട്ട് കൊടുക്കുമ്പോൾ 2 × 7 + 2 × 7 x + x എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറയും? 2x. 7 + 7 എന്നുള്ളതിന് പകരം നമ്മൾ 2 × 7 എന്ന് പറയുന്നു. 5 + 5 + 5 ഇതിന് പകരം നമ്മൾ എന്ത് പറയും? 3 × 5. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുന്ന സമയത്ത് പഠിച്ചതാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ ഇവിടെ 2 × 7 + 2 × 7 എന്ന് പറയുന്നത് 2 × 2 × 7. അപ്പോൾ ഈ പാർട്ട് 2 പ്രാവശ്യം ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 2 × 2 × 7 -2² കൂടെ ഉള്ളതാണ്. ഇനി ഈ മൈനസ് നമുക്ക് അകത്തോട്ട് കൊടുക്കാം. അപ്പം -2 × 2 × 7 മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുന്നത് പ്ലസ് ആണ്. അപ്പോൾ 7² -2 × 2 × 7 + 2². നമുക്ക് ഇത് ഓൾജിബ്ര ഉപയോഗിച്ച് നമുക്ക് ഈ കാര്യങ്ങളൊന്ന്
നിങ്ങളിത് വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഇത്രയും ഒന്ന് എഴുതിയെടുക്കണം. അടുത്ത് നമുക്ക് ഓൾജിബ്ര വെച്ചിട്ട് ഇതെങ്ങനെ നമുക്കിത് പറയാൻ പറ്റും നോക്കാം. ഇപ്പം വലിയ ഒരു സ്ക്വയർ, അതിൻ്റെ സൈഡ് എ ആയിട്ടുള്ള വലിയൊരു സ്ക്വയർ, അതിൽ നിന്നും ബി ലെങ്ത് മാറ്റി നമ്മൾ പുതിയൊരു സ്ക്വയർ ഉണ്ടാക്കും. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. ഇത്രയും പാർട്ടിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ ബി. ഈ പാർട്ടിൻ്റെ വന്നത് ഇത് ടോട്ടൽ എ ആണ്, അതിൽ നിന്നും ഈ ബി പോയി കഴിയാൻ ബാക്കി എ മൈനസ് ബി. അപ്പോൾ ഈ റെക്റ്റാങ്കിളിനെ സംബന്ധിച്ച് ബിയും എ മൈനസ് ബിയും എ ഇൻറ്റു ബി ഇൻറ്റു എ മൈനസ് ബി ഇൻറ്റു എ മൈനസ്. അപ്പോൾ ഈ പാർട്ടിൻ്റെ ഈ സ്ക്വയർ നമ്മൾ മുമ്പേ കാണിച്ച ഷെയ്ഡ് ചെയ്ത പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്. ആ ഷെയ്ഡ് ചെയ്ത പാർട്ടിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ വലിയ സ്ക്വയറിൻ്റെ ഏരിയയിൽ നിന്നും ഈ രണ്ട് റെക്റ്റാങ്കിൾസിൻ്റെ ഏരിയ കുറയ്ക്കണം. വലിയ പാർട്ടിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. അതിൽ നിന്നും ഈ ചെറിയ പാർട്ടിൻ്റെ ഏരിയയുടെ സമം എന്ത് വരും? എ ബി പ്ലസ് എ മൈനസ് ബി ഇൻറ്റു ബി. അതല്ലേ ബി ഇൻറ്റു എ മൈനസ് ബി. ഇത് മുമ്പത്തെ പോലെ അകത്തോട്ട് ഗുണിക്കുക, എ ബി മൈനസ് ബി സ്ക്വയർ. അപ്പം എ ബി പ്ലസ് എ ബി എന്ത് വരും? 2ab. അപ്പോൾ ഇതിനെ എ സ്ക്വയർ മൈനസ് 2ab മൈനസ് ബി സ്ക്വയർ എന്ന് പറയാം. ഈ മൈനസ് നമുക്ക് അകത്തോട്ട് കൊടുക്കുമ്പോൾ എ സ്ക്വയർ മൈനസ് 2ab മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അപ്പോൾ എന്ത് വരും? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ രണ്ട് ടേമുകളുടെ ഡിഫറൻസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം പ്ലസ് സെക്കൻഡ് ടേമിൻ്റെ സ്ക്വയർ. അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറും എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറും തമ്മിൽ ഈ മിഡിൽ വരുന്ന 2ab എന്ന് പറയുന്ന ടേമിൻ്റെ സൈനിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നമുക്കിതിൻ്റെ കുറച്ച് പ്രോബ്ലമാണ് എക്സ്പാൻഡ് ചെയ്യാനുള്ളതാണ്. നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ എഴുതിയിട്ട് സ്വയം ചെയ്യാൻ നോക്കുക, വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട്. ഞാനിത് ഒന്ന് ചെയ്ത് കാണിക്കാം. അത് തന്നെത്താൻ ചെയ്യാൻ പറ്റാത്തവർ ശ്രദ്ധിക്കുക. അതല്ല ചെയ്ത് കഴിയുന്നവരാണെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് കറക്റ്റ് ആണോ എന്ന് ഇത് വെച്ചിട്ട് നോക്കുക. ഇതിപ്പോൾ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, എയുടെ സ്ഥാനത്ത് എക്സ്, ബിയുടെ സ്ഥാനത്ത് വൈ. ഇപ്പം എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് 2ab അല്ലേ. അപ്പോൾ ഇവിടെ 2xy പ്ലസ് വൈ സ്ക്വയർ. അടുത്തതോ ഇതേപോലെ എയുടെ സ്ഥാനത്ത് പി, ബിയുടെ സ്ഥാനത്ത് ക്യൂ. ഇപ്പം എന്ത് വരും? പി സ്ക്വയർ മൈനസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ. തേർഡ് വൺ എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 5 പ്ലസ് 5ൻ്റെ സ്ക്വയർ. എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് 10x 5 ഇൻറ്റു 2 10, 10x പ്ലസ് 5ൻ്റെ സ്ക്വയർ 25. നെക്സ്റ്റ് വൺ എന്ത് വരും? ഫസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ 5 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 5 ഇൻറ്റു y പ്ലസ് y സ്ക്വയർ. 5ൻ്റെ സ്ക്വയർ 25 മൈനസ് 5 ഇൻറ്റു 2 10, 10y പ്ലസ് y സ്ക്വയർ. നെക്സ്റ്റ് വൺ സി സ്ക്വയർ മൈനസ് 2 ഇൻറ്റു c ഇൻറ്റു 8 പ്ലസ് 8 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു c സ്ക്വയർ മൈനസ് 16c പ്ലസ് 64. 8ൻ്റെ സ്ക്വയർ 64. എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 5/6 പ്ലസ് 5/6. ഇതിൻ്റെ സ്ക്വയർ എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ ഇട്ടാൽ 5ൻ്റെ സ്ക്വയർ എന്ന് മാത്രമാണ് മീനിങ്. അതുകൊണ്ട് ഇതിൻ്റെ ടോട്ടലി നമ്മൾ ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം എഴുതാൻ. അപ്പോൾ ഇത്
എക്സ് സ്ക്വയർ, ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ 3 വരും, മൈനസ് 5/3 എക്സ് പ്ലസ് നമുക്കറിയാം എ ബൈ ബി ദ ഹോൾ റേസ് ടു എൻ. ഇങ്ങനെയാണ് വരുന്നത് എ റേസ് ടു എൻ ബൈ ബി റേസ് ടു എൻ. അത് വെച്ച് വരുമ്പോൾ 5 സ്ക്വയർ ബൈ 6 സ്ക്വയർ. 5 സ്ക്വയർ എത്രയാണ്? 25 ബൈ 6ൻ്റെ സ്ക്വയർ 36. ഇവിടെ നോക്കിക്കേ 5xy, ഇതിന് ടോട്ടലി ഫസ്റ്റ് ടേം 5xy ആണ്, അതിൻ്റെ സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം, മൈനസ് 2 ഇൻറ്റു 5xy ഇൻറ്റു 3 പ്ലസ് 3 സ്ക്വയർ. ഇത് എ ബി ദ ഹോൾ റേസ് ടു എൻ നമ്മൾ പഠിച്ചതാണ്, ഈക്വൽ ടു എ റേസ് ടു എൻ ഇൻറ്റു ബി റേസ് ടു എൻ. അപ്പോൾ ഇത് 5ൻ്റെ സ്ക്വയർ 25 എക്സ് സ്ക്വയർ വൈ സ്ക്വയർ മൈനസ് 5 ഇൻറ്റു 2 10, 10 ഇൻറ്റു 3 30 എക്സ് വൈ പ്ലസ് 3യുടെ സ്ക്വയർ 9. നെക്സ്റ്റ് 2a ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 2a ഇൻറ്റു 5b പ്ലസ് 5b the whole square. It is equal to 2a the whole square. എന്ന് പറയുമ്പോൾ 2ൻ്റെ സ്ക്വയർ 4a സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 2 4 ഇൻറ്റു 5 20ab പ്ലസ് ഇവിടെ 5 സ്ക്വയർ ബി സ്ക്വയർ എന്ന് വരും, 5 സ്ക്വയർ 25b സ്ക്വയർ. അടുത്തത് m/2. ഇത് m/2 മൈനസ് 7n ദ ഹോൾ സ്ക്വയർ ആണ്. ഫസ്റ്റ് ടൈം m/2 ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു m/2 ഇൻറ്റു 7n പ്ലസ് 7n ദ ഹോൾ സ്ക്വയർ. m/2 ദ ഹോൾ സ്ക്വയർ ഇങ്ങനെ എഴുതാം, m സ്ക്വയർ ബൈ 2 സ്ക്വയർ എന്നത് 4. ഇവിടെ 2ഉം 2ഉം ക്യാൻസൽ ആകും, മൈനസ് ഇതെന്ത് വരും 7mn പ്ലസ് ഇത് 7 സ്ക്വയർ n സ്ക്വയർ എന്ന് വരും, 7 സ്ക്വയർ 49 n സ്ക്വയർ. നെക്സ്റ്റ് വൺ ഫസ്റ്റ് ടേം 7pq ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 7pq ഇൻറ്റു 1/2 പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ. 7pq the whole square, 7ൻ്റെ സ്ക്വയർ 49 p സ്ക്വയർ q സ്ക്വയർ. ഇവിടുത്തെ 2 തമ്മിൽ ക്യാൻസൽ ആകും, മൈനസ് 7pq പ്ലസ് 1/2ൻ്റെ സ്ക്വയർ 1 സ്ക്വയർ 1 2 സ്ക്വയർ 4. ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സംശയമുള്ളത് നിങ്ങൾ ഇതിനകത്തിലൊന്ന് നോക്കി ക്ലാരിഫൈ ചെയ്ത് ബുക്കിലോട്ട് കംപ്ലീറ്റ് ആക്കും. ഓക്കെ.